പല ആളുകളുടെയും ഒരു പരാതിയാണ് ഓർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും മറന്നു പോകുന്നു. പല രക്ഷിതാക്കളും പറയാറുണ്ട്, കുട്ടികൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷെ പരീക്ഷ സമയത്ത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഓർമ്മ നമുക്ക് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 5ാമത്തെ ഞാനൊരു ടെക്നിക്കാണ് പറയുന്നത്. ഓർമ്മ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു 1 വീക്ക് ചെയ്തു നോക്കിയാൽ ഉറപ്പായും ഫലമുണ്ടാവുന്ന ഒരു ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യം, ഓർമ്മയെ കുറിച്ച് നടത്തിയ ഒരു പഠനമുണ്ട്. പല ഗവേഷകരും നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതിൽ വായിക്കുന്ന കാര്യങ്ങൾ 10%, കേൾക്കുന്ന കാര്യങ്ങളുടെ 20%, കേൾവിയും കാഴ്ചയും കൂടുതലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ഫിലിം കാണുന്ന പോലത്തെ കാര്യങ്ങളാണെങ്കിൽ അതിന്റെ 50%, നമ്മൾ പറയുന്നതിന്റെ 70%, പറയുകയും ചെയ്യുകയും കൂടി ചെയ്യുന്നതിന്റെ 90%, ആളുകൾ എന്ത് ചെയ്യുന്നത്, ഓർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്സുകളുടെ മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാൻ ഈ ഗവേഷണത്തിന് അധിഷ്ഠിതമായിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും. ഏത് കാര്യം ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുകയും അത് തന്നെ ചെയ്യുകയും കൂടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇപ്പൊ സ്കൂളിൽ ടീച്ചേഴ്സ് കൂടുതൽ ഓർത്തിരിക്കാന്നുള്ള കാരണം എന്താണ്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഓർമ്മ കൂടും. പക്ഷെ അപ്പൊ നമ്മൾ പല ആളുകൾക്കും പല കാര്യങ്ങളും ഓർത്തിരിക്കാൻ പറ്റുന്നത് സ്കൂളത്തെ പഠന കാര്യങ്ങൾ മാത്രമല്ല, മറ്റുള്ള ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ സാധനം വെച്ച് മറന്നുപോയി അത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ചില സംഗതികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഓർമ്മ, നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് എങ്ങനെ ഓർമ്മ കൂട്ടാം. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഓർമ്മ കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക്, മെനുവിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ചില ഭക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും ധാതുക്കളും കാര്യങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ട് ഓർമ്മശക്തിയെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രെയിനിന്റെ പവർ വർദ്ധിപ്പിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് omega-3 കൂടുതലുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറ്റും. അതിൽ മത്സ്യമൊക്കെ, പ്രത്യേകിച്ച് അയല, അതുപോലെ തന്നെ സാൽമൺ മത്സ്യം, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിലേക്ക്, മെനുവിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അത് കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഞാനിവിടെ ഓൾറെഡി സ്ക്രീനിൽ കാണിക്കാം ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താം. ഇപ്പൊ ധാതുക്കൾ ഉൾപ്പെടുത്താൻ പറ്റും, നട്ട്സ്, സീഡ്സ് ഉപയോഗപ്പെടുത്താൻ പറ്റും. വൈറ്റമിൻ കെ കൂടുതൽ കിട്ടുന്ന ഇലക്കറികൾ, ചീര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഭക്ഷണത്തിലേക്ക് കൂട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ബ്രെയിനിന്റെ പവർ കൂടാനും ഓർമ്മശക്തി കൂടാനും നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും സഹായിക്കും എന്നുള്ളതാണ്. അത് ഒന്നാമതായിട്ട് നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത്, നമുക്കൊരു എക്സസൈസ് വേണം. ഓക്കെ, അഥവാ നമ്മൾ ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകൾ, എയറോബിക്സ് പോലത്തെ, അല്ലെങ്കിൽ ഓട്ടം, നടത്തം, നീന്തല്, അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാണ്, അത് തലച്ചോറിലെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തലച്ചോറിലെ രക്ത ഓട്ടം ശക്തി കൂടുകയും അതിലൂടെ എന്ത് ചെയ്യാണ്, പുതിയ പുതിയ കോശങ്ങൾ, തലച്ചോറിലെ കോശങ്ങളെ എന്ത് ചെയ്യാണ്, കോശങ്ങളുടെ വളർച്ചയെ എന്ത് ചെയ്യുന്നുണ്ട്, അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല എക്സസൈസുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ബുദ്ധിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മശക്തിയും കൂടാൻ എന്ത് ചെയ്യുന്നില്ല, അത് സഹായിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കള് കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചില എക്സസൈസുകൾ ചെയ്യുന്ന രീതിയിൽ അവരെന്ത് ചെയ്യാൻ, കളിക്കാനൊക്കെ വിടുക കുറഞ്ഞ സമയം ഈവനിങ്, അല്ലെങ്കിൽ ഡെയിലി കുറച്ച് നീന്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഒന്ന് മോർണിംഗ് വാക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം. വെറും പഠിത്തോ ഇരുത്തോ മാത്രം ആവരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ചെറിയ ജിമ്മൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നല്ലതാണ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ആവശ്യമായ ലെവലിലുള്ള സ്ലീപ്പിംഗ് നമുക്ക് കിട്ടണം. ഓക്കെ, നല്ലൊരു സ്ലീപ്പിംഗ്, അതിൽ തന്നെ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം എന്നുള്ളതാണ്. ഓക്കെ, നല്ല ടൈം നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം. നല്ലൊരു ടൈം പറയുന്ന ഒരു 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഇങ്ങ് ഉറങ്ങാൻ പറ്റണം. കൂടുതലാവാൻ പാടില്ല, അതും പ്രശ്നമാണ്. പക്ഷേ വളരെ കുറയാൻ 6 മണിക്കൂർ 5 മണിക്കൂർ ഒന്നും ഉറങ്ങിയാൽ പോരാ. അപ്പൊ അത്യാവശ്യം ശ്രദ്ധിക്കുക. ഫുൾ ടൈം പഠിക്കുകയോ ഫോൺ കളിച്ചോ സമയം പോകുന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു ഉറക്കം 7 മുതൽ 9 മണിക്കൂർ വരെ കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം മെന്റൽ എക്സസൈസുകളാണ്. ഫിസിക്കൽ എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓട്ടം ചാട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെന്റൽ എക്സസൈസുകളും നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിശക്തി കൂട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു സ്കില്ല് പഠിക്കാം. നമ്മളെ ബുദ്ധിയെ തന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ പഠിക്കാം, പുതിയൊരു സ്കില്ല്, ഇപ്പൊ ഡ്രൈവിംഗ്, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ഗെയിം പഠിക്കുന്നത്, ഇത് പുതിയ സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യാം, സ്വായത്തമാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയാത്ത ആളുകൾ അത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി നമ്മളെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും, അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഗുണം ചെയ്യും. പുതിയൊരു ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, ന്യൂ ലാംഗ്വേജ്, പുതിയ ഹോബികൾ, പിന്നെ ചില മെമ്മറി ടെക്നിക്സുകൾ, മെമ്മറി ഗെയിം, ഫോർ എക്സാമ്പിൾ പസിൽ, ലുഡോ, അങ്ങനത്തെ ഗെയിമുകളൊക്കെ നമുക്ക് കളിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ഇപ്പം ലാംഗ്വേജ് ഒക്കെ എപ്പം പഠിക്കുന്നല്ലോ, വെക്കേഷനിലൊക്കെ കുട്ടികളെ ഒരു പുതിയ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി വിടുക.
അവരതിൽ പഠിച്ച എക്സ്പെർട്ട് ആണെന്നല്ല. ഇപ്പൊ ഇംഗ്ലീഷ് അറിയാത്തല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എന്തായാലും വിടണം. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ വേറൊരു ലാംഗ്വേജ്, ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി ഒരു വെക്കേഷനിൽ ഒരു കോഴ്സിന് വിടാം, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ലാംഗ്വേജ്. അങ്ങനെ ലാംഗ്വേജ് ഒക്കെ പഠിക്കട്ടെ, കുട്ടികൾ പുതിയ പുതിയ സ്കില്ലുകളും പഠിക്കട്ടെ. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്, റീകോൾ ടെക്നിക്ക്. പല ആളുകളും സയന്റിഫിക്കലി ഇപ്പം ഓർമ്മശക്തിയിലൊക്കെ ഏറ്റവും പവർഫുൾ ആയിട്ട് ലോകത്തുള്ള ആളുകളൊക്കെ അവരുടെ ശീലങ്ങൾ ചോദിച്ച സമയത്ത് അവർ കണ്ടെത്തിയ റീകോൾ ടെക്നിക്ക് ഉണ്ട്. അഥവാ രാത്രി നിങ്ങൾ ഇതൊരു 1 വീക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം നിങ്ങൾ ജീവിതത്തിലും ഓർമ്മശക്തിയിലും ഉണ്ടാവും എന്നുള്ളതാണ്. ഓർമ്മ കുറവുള്ളവരൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഏത് പഠിക്കുന്നവരും അല്ലാത്തവരൊക്കെ കേട്ടോ. ഡെയിലി കടന്നുറങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ദിവസം നടന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഓർത്തെടുക്കാം. ഓക്കെ, രാവിലെ എഴുന്നേറ്റത് മുതൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഓർത്തെടുക്കാം. കുറച്ച് ദിവസം ചിലപ്പം കുറച്ച് ഓർമ്മയെ കിട്ടുള്ളൂ, പക്ഷെ അത് സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു 1 വീക്ക് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മശക്തിയിൽ നല്ല മാറ്റം കാണാൻ പറ്റും. ഇപ്പൊ ചെറിയ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ത് ചെയ്താൽ മതി, രാത്രി രക്ഷിതാവ് ഉറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുന്നേ കുട്ടിയെ കൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ രാത്രി വരെ നടന്ന കാര്യങ്ങൾ 10 മിനിറ്റിൽ ചോദിച്ചാൽ മതി. അപ്പൊ കുട്ടി ഓർത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും, ചിലപ്പോൾ ഓർത്ത് കിട്ടാതിരിക്കും. ഓക്കെ, പക്ഷെ അത് ഗ്രാജുവലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ടെക്നിക്കിലൂടെ നിങ്ങളുടെ ഓർമ്മശക്തി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ, നല്ല ഭക്ഷണം, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ആവശ്യമുള്ള ഉറക്കം, അതുപോലെ തന്നെ മെന്റൽ എക്സസൈസുകൾ, ഗെയിമുകൾ, കാര്യങ്ങൾ, പിന്നെ റീകോൾ ടെക്നിക്കും നിങ്ങൾ എന്ത് ചെയ്യാണ് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഓർമ്മശക്തിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് കൂടാതെ പഠനത്തിന് മാത്രമായിട്ട് ഓർമ്മശക്തി കൂട്ടാനുള്ള ചില ഘടകങ്ങളും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.